കേരളം പ്രകൃതി സൗന്ദര്യത്തിന് പ്രശസ്തമായ നാട്. പക്ഷേ ഈ മനോഹരമായ നാടിനു പിന്നിൽ ചില ദുരൂഹ കഥകളും ഒളിഞ്ഞിരിക്കുന്നു. രാത്രിയായാൽ ആളുകൾ ഒഴിവാക്കുന്ന റോഡുകൾ, ആത്മാക്കളുടെ കഥകൾ കേൾക്കുന്ന ഉപേക്ഷിക്കപ്പെട്ട കെട്ടിടങ്ങൾ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കേരളത്തിലെ ആളുകൾ ഏറ്റവും പേടിക്കുന്ന ചില സ്ഥലങ്ങളാണ്. സുമതിവളവ്. തിരുവനന്തപുരത്തെ സുമതിവളവ്. രാത്രിയായാൽ മൂടൽമഞ്ഞ് നിറയുന്ന ഈ റോഡിൽ ഒരു സ്ത്രീയുടെ ആത്മാവിനെ കണ്ടതായി പലരും പറയുന്നുണ്ട്. വെള്ളവസ്ത്രം ധരിച്ച സ്ത്രീ റോഡരികിൽ നിൽക്കുന്നുവെന്നും വാഹനങ്ങൾക്ക് മുന്നിലൂടെ പെട്ടെന്ന് കടന്നുപോകാറുണ്ടെന്നും നാട്ടുകാർ വിശ്വസിക്കുന്നു. ഇരുണ്ട രാത്രിയും മഞ്ഞും ഈ സ്ഥലത്തെ കൂടുതൽ ഭയാനകമാക്കുന്നു. ബോണക്കാട് ബംഗ്ലാവ്. തിരുവനന്തപുരം ജില്ലയിലെ കാടുകൾക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ബോണക്കാട് ബംഗ്ലാവ്. ബ്രിട്ടീഷ് കാലത്ത് നിർമ്മിച്ച ഈ കെട്ടിടം ഇന്ന് പൂർണ്ണമായും ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ്. ഇവിടെ മരിച്ച ഒരു കുഞ്ഞിന്റെ ആത്മാവാണ് ഇന്നും അലഞ്ഞുതിരിയുന്നതെന്ന് പറയപ്പെടുന്നു. രാത്രിയിൽ കുഞ്ഞിന്റെ കരച്ചിലും വിചിത്രമായ വെളിച്ചവും കാണാറുണ്ടെന്നാണ് പലരുടെ അനുഭവം. ലക്കിടി ഗേറ്റ്വേ. വയനാട്ടിലെ ലക്കിടി ഗേറ്റ്വേ. ഇവിടത്തെ ചെയിൻ ട്രീ കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ദുരൂഹ കഥകളിലൊന്നാണ്. കരിന്തണ്ടൻ എന്ന ആദിവാസിയുടെ ആത്മാവിനെ തടഞ്ഞു നിർത്താനാണ് മരത്തിൽ ചങ്ങല കെട്ടിയതെന്ന് വിശ്വാസം. രാത്രിയിൽ ചങ്ങലയുടെ ശബ്ദം കേൾക്കാറുണ്ടെന്നാണ് ചിലരുടെ അവകാശവാദം. കാര്യവട്ടം ക്യാമ്പസ് റോഡ്. തിരുവനന്തപുരം കഴക്കൂട്ടത്തെ കാര്യവട്ടം ക്യാമ്പസ് റോഡിനരികിലെ ഹൈമാവതിക്കുളം. രാത്രിയായാൽ ഇവിടെ ദുരൂഹമായ നിഴൽ രൂപം കാണാറുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നവർക്ക് ആരോ പിന്തുടരുന്നതുപോലെ അനുഭവപ്പെടാറുണ്ടെന്നും നാട്ടുകാർ പറയുന്നു. പേരാണ്ടൂർ കനാൽ. എറണാകുളത്തെ പേരാണ്ടൂർ കനാൽ. വധുടല മത്തായിയുടെ ആത്മാവ് ഇവിടെ അലഞ്ഞുതിരിയുന്നുവെന്നാണ് നാട്ടുകാരുടെ വിശ്വാസം. രാത്രിയിൽ വെള്ളത്തിനരികിൽ അസ്വാഭാവികമായ ശബ്ദങ്ങളും നിഴലുകളും കാണാറുണ്ടെന്ന് പലരും പറയുന്നു. ഈ കഥകൾ യാഥാർത്ഥ്യമാണോ, അല്ലെങ്കിൽ മനുഷ്യരുടെ ഭയവും കൽപ്പനയും ചേർന്നുണ്ടായ ഐതിഹ്യങ്ങളോ? അതിന്റെ സത്യം ഇന്നും ഒരു രഹസ്യമാണ്. ഇത്തരത്തിലുള്ള കൂടുതൽ ദുരൂഹ കഥകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.